നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ അസ്ഥിര കാലാവസ്ഥ മൂലം ഏറെ പേരാണ് വലഞ്ഞത്. ശക്തമായ പൊടിക്കാറ്റ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ പൊടിക്കാറ്റിൽ വിമാനങ്ങൾ വൈകിയതോടെ തന്നെ മണിക്കൂറുകൾ വിമാനത്താവളത്തിൽ കുടുങ്ങി യാത്രക്കാർ. ഷാർജയിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാർക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ സാധിച്ചത്. എയർ അറേബ്യയിലെ യാത്രക്കാർക്കും സമാന ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വിമാന കമ്പനി താമസ സൗകര്യം നൽകിയിരുന്നു. എന്നാൽ എയർ ഇന്ത്യ യാത്രക്കാർ പൂർണ്ണമായും വിമാനത്താവളത്തിനുള്ളിലായി. പുറത്തേക്കുമില്ല അകത്തേക്കുമില്ലെന്ന അവസ്ഥയിൽ ബെഞ്ചിലും കസേരയിലും ഇരുന്നും കിടന്നും നേരം വെളുപ്പിക്കുകയായിരുന്നു. ഇന്നലത്തെ പൊടിക്കാറ്റിൽ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും സ്ഥിതി സമാനമായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇറങ്ങേണ്ട വിമാനങ്ങൾ കുവൈറ്റിലാണ് ലാൻഡ് ചെയ്തത്. പറന്നുയരേണ്ടവ മണിക്കൂറുകൾ വൈകിയാണ് യാത്ര തുടങ്ങിയത്. കുഞ്ഞുങ്ങളുമായി എത്തിയവർ ഏറെ പ്രയാസപ്പെട്ടു. യാത്രക്കാരുടെ ലഗേജ് വിമാനത്തിലേക്ക് മാറ്റിയതിനാൽ മാറാൻ തുണി പോലും ആർക്കുമില്ലായിരുന്നു. ഓരോ മണിക്കൂറിലും വിമാനം പുറപ്പെടുമെന്ന സൂചന ലഭിച്ചതിനാൽ ആർക്കും എവിടെയും സ്വസ്ഥമായി പോയി ഇരിക്കാൻ പോലും സാധിച്ചില്ലെന്ന് യാത്രക്കാർ പറയുന്നു. യാത്രക്കാരുമായി ഇടപെടാൻ 2 ജീവനക്കാർ മാത്രമായിരുന്നു എയർ ഇന്ത്യക്കുണ്ടായിരുന്നത്. വിമാനത്താവളത്തിലെ മുറികൾ മറ്റു കമ്പനികൾ ബുക്ക് ചെയ്തതോടെ കിടക്കാനിടം നൽകാൻ പോലും കഴിഞ്ഞില്ല. കേരളത്തിലേക്കുള്ള 3 വിമാനങ്ങളിലെ യാത്രക്കാർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി 500ഓളം പേർ എയർപോർട്ടിൽ കുടുങ്ങിയതോടെ വലിയ തിരക്ക് ഉണ്ടായി. കൂടാതെ ടുമെൻ സിനിമയുടെ പ്രചാരണത്തിനായി ദുബായിലെത്തിയ അഭിനേതാക്കളും ഇന്നലെ ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങി. ഇർഷാദ്, കൈലാഷ്, സോഹൻ, സീനുലാൽ, അനുമോൾ എന്നിവർക്കാണ് ഇന്നലെ യാത്ര മുടങ്ങിയത്. വൈകുന്നേരം 5:30 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിലായിരുന്നു ഇവരുടെ ടിക്കറ്റ്. ഉച്ചയ്ക്ക് 2:30 വിമാനത്താവളത്തിലെത്തി ചെക്ക്-ഇൻ നടപടികൾ പൂർത്തിയായപ്പോഴേക്കും വിമാനം വൈകുമെന്ന വിവരം അറിഞ്ഞു. അതേസമയം ഷാർജയിൽ ഇറങ്ങേണ്ട വിമാനം കുവൈറ്റിലാണ് ഇറങ്ങിയത്. രാത്രി 9 മണിയോടെ വിമാനമെത്തി. യാത്രക്കാരുടെ ബോർഡിംഗ് പൂർത്തിയായെങ്കിലും പറന്നുയരാനുള്ള അറിയിപ്പ് പിന്നെയും വൈകി. രാത്രി 12 മണിയായപ്പോൾ വിമാനം ഇന്ന് രാവിലെ മാത്രമേ എടുക്കൂ എന്ന അറിയിപ്പ് കിട്ടി. 3 മണിക്കൂർ വിമാനത്തിൽ ഇരുന്നപ്പോഴേക്കും കുട്ടികളടക്കം കരഞ്ഞു ബഹളമായി. ക്യാബിൻ ക്രൂവിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു. ഒടുവിൽ 12 മണിയോടെ എല്ലാവരും തിരികെ വിമാനത്താവളത്തിലേക്ക് എത്തി. ഇതിനിടെ പൈലറ്റിന്റെ ആ ദിവസത്തെ പറക്കൽ സമയം കഴിഞ്ഞതായി അറിയിപ്പ് കിട്ടി. നിശ്ചിത സമയത്തിനപ്പുറം വിമാനം പറത്താൻ കഴിയാത്തതിനാൽ പകരം പൈലറ്റിനെ ദുബായിൽ നിന്ന് എത്തിക്കാനായി അടുത്ത ശ്രമം. എന്നാൽ രാവിലെ 8-ന് പുറപ്പെടുമെന്ന് അറിയിപ്പ് കിട്ടിയെങ്കിലും ഉച്ചയ്ക്ക് 12:30 വിമാനം പറന്നുയർന്നത്. ഉറക്കക്ഷീണവും തളർച്ചയും വിശപ്പുമെല്ലാം ചേർന്ന് യാത്രക്കാർ മുഷിഞ്ഞ അവസ്ഥയിലാണ് കാണപ്പെട്ടത്. ലോഞ്ച് ഉപയോഗിച്ചാണ് നേരം വെളുപ്പിച്ചതെന്ന് അഭിനേതാക്കൾ പറഞ്ഞു. അവിടെ ഉയർന്ന നിരക്കിൽ ഫീസ് അടച്ച ശേഷമാണ് ലോഞ്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. വിമാനത്തിൽ യാത്രക്കാരുമായി 12 മണിവരെ കാത്തിരുന്നതിനിടെ ക്യാപ്റ്റൻ പുറത്തേക്കെത്തി എല്ലാ യാത്രക്കാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയുണ്ടായി. ഇതോടെ സിനിമാ സംഘത്തിലെ ഇർഷാദിന്റെ പിറന്നാൾ എന്ന വിവരം അറിഞ്ഞതോടെ ക്യാപ്റ്റനും യാത്രക്കാരും ചേർന്ന് പിറന്നാൾ ആശംസകളും അറിയിക്കുകയും ചെയ്തു. വിരസമായ യാത്രയിൽ ആകെയുണ്ടായ സന്തോഷം അത് മാത്രമായിരുന്നെന്ന് നടൻ കൈലാഷ് വ്യക്തമാക്കി. വിമാനം വൈകുന്നതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാ വിമാനങ്ങളും വൈകി. എന്നാൽ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്നും കൈലാഷ് പറഞ്ഞു. എല്ലാവരെയും കൈകാര്യം ചെയ്യുന്നതിൽ പോലും ജീവനക്കാർ ബുദ്ധിമുട്ടുന്നത് കണ്ടു. അല്പം വൈകിയെങ്കിലും യാത്ര തുടരാൻ തന്നെയാണ് വിമാന കമ്പനി ശ്രമിച്ചത്. അപ്പോഴാണ് പൈലറ്റിന്റെ പറക്കൽ സമയം കഴിഞ്ഞത്. പുതിയ പൈലറ്റിനെ എത്തിക്കുന്നതിന് താമസമുണ്ടായതോടെ യാത്ര കൂടുതൽ വൈകുകയായിരുന്നുവെന്നും കൈലാഷ് ചൂണ്ടിക്കാണിച്ചു.